ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. സർക്കാരിന് ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കില്ല. കോൺക്ലേവിൽ ഇരയും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി, നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. സർക്കാരിൻ്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റി വെച്ചത്? സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത്. സമഗ്രമായൊരു നയം, സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു നയമുണ്ടാവണം. അത് ആ കമ്മിറ്റിയുടെ തന്നെ ശുപാർശയാണ്. ആ നയം ആവിഷ്കരിക്കുന്നതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെട്ട ഒരു കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനുള്ള ശ്രമം പ്രതിവർഷം നടത്തട്ടെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിതിനെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ വിഷയമായിട്ടല്ല കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൽ ഭിന്നതയില്ലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. കോൺക്ലേവുമായി മുന്നോട്ടു പോകും. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്നു എന്ന ആരോപണം തെറ്റിദ്ധാരണ മൂലമാണ്. VD സതീശൻ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. PA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ WCC പ്രതിനിധികൾ ഉൾപ്പെടെ ഉന്നയിച്ച ചില വിമർശനങ്ങളുണ്ട്. സിനിമാ കോൺക്ലേവ് എന്നുള്ളത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ? ഇത് പ്രതിപക്ഷവും ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ഇന്ന് സാംസ്കാരിക മന്ത്രി പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ ബാലഗോപാലിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് ഇതുവരെ സർക്കാർ എടുത്ത പ്രതികരണത്തിന് വിരുദ്ധവുമാണ്. നിയമ നടപടി സ്വീകരിക്കുന്നത്. വിശദാംശങ്ങൾ. അനുജ, ഇതിൽ ആദ്യമായി ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസ്താവന, അദ്ദേഹം പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ സ്വമേധയാ നടപടിയെടുക്കാൻ, നിയമ നടപടിയെടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതിനുശേഷം ഇപ്പോൾ അത് തിരുത്തിയിരിക്കുന്നു. താൻ പറഞ്ഞത് പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ആശയക്കുഴപ്പമുണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. ആശയങ്ങൾ ചോർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിൽ ഒരു ഭിന്ന സ്വരം എന്ന തരത്തിൽ ഇത് വ്യാഖ്യാനിക്കാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് KN ബാലഗോപാൽ ഇപ്പോൾ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിരുന്നത് ഈ കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ മൊഴി നൽകിയ ആരെങ്കിലും പരാതിയുമായി വന്നാൽ സർക്കാർ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. സാംസ്കാരിക മന്ത്രിയാകട്ടെ കോടതി പറയുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാം, തുടർ നടപടി എടുക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പരാതി നൽകണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് ശേഷം പുറത്തു വന്ന ചില അഭിപ്രായങ്ങളുണ്ട്. അത് മന്ത്രി MP രാജേഷിൻ്റെതാണെങ്കിലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെതാണെങ്കിലും ഒക്കെ മുൻ നിലപാടിൽ നിന്ന് അല്പം അയവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്ന് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കുന്നു. സാംസ്കാരിക മന്ത്രിയാകട്ടെ ഇക്കാര്യത്തിൽ സർക്കാരിന് ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. ബാലഗോപാൽ പോസിറ്റീവായാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന് യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയുമില്ല. കോടതി എന്ത് പറഞ്ഞാലും അത് സർക്കാർ അംഗീകരിക്കും. കോടതിയുടെ ഏത് നിർദ്ദേശത്തെയും സർക്കാർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. ഭരണപരമായ കാര്യങ്ങൾ സർക്കാർ ചെയ്യുകയാണ്. ഏതായാലും ഈ ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്നു എന്ന ആരോപണം തന്നെ തെറ്റാണ് എന്ന് മന്ത്രിമാർ പറയുന്നു. സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ.